മലപ്പുറത്തെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ SNDP നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ചും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായി മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ ജനാധിപത്യപരമായി അതിന് മറുപടി പറയുന്നതിന് പകരം വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ആക്രമണമാണ് വർഗീയ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങളെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്. മ്ലേച്ഛമായ പരാമർശങ്ങളാണ് ലീഗ് നേതാക്കളും PFI പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് ഇ ടി മുഹമ്മദ് ബഷീറും വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലും അവർ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പരാമർശിക്കാൻ പോലുള്ള യോഗ്യത മുസ്ലിം ലീഗിനില്ല. തികഞ്ഞ വർഗീയ ചിന്താഗതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. മലപ്പുറത്ത് തികഞ്ഞ ഫാസിസ്റ്റ് നിലപാടാണ് പല കാര്യങ്ങളിലും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും എതിരായിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ്. ഒരർഹതയും മുസ്ലിം ലീഗിന് ആ കാര്യത്തിലില്ല. മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റെല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് കേരളത്തിലെല്ലായിടത്തും മറ്റ് സമുദായ സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും സ്ഥാപിത താല്പര്യത്തോടുകൂടി ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണത്. എല്ലാം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചത്. എന്തായാലും ശ്രീ VS അച്യുതാനന്ദൻ 20 കൊല്ലം മുമ്പ് പറഞ്ഞതൊന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. കാതലായ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് മതപരമായ സംവരണവും അവർക്ക് വേണം, OBC സംവരണവും അവർക്ക് വേണം എന്നുള്ളതാണ്. അത് ഒരു ശരിയായ സമീപനമല്ല. OBC ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സംവരണ ആനുകൂല്യത്തിൽ വലിയൊരു വിഭാഗം അപഹരിക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ചെറിയ ആക്ഷേപമല്ല. കേരളത്തിൽ വിശദമായ ചർച്ച നടത്തേണ്ട ആക്ഷേപമാണ്. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണിത്. മതപരമായ സംവരണം അനർഹമായി നേടുന്നവർ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ കിട്ടുന്ന സംവരണത്തിൽ കൈകടത്തരുത്. അവരുടെ സംവരണം അപഹരിക്കുന്ന സമീപനമാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-നും അക്കാര്യത്തിൽ സമാനമായ നിലപാടാണുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ, സംവരണം നടപ്പാക്കുന്ന കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. കൃത്യമായ ഒരു പരിശോധന നടത്തണം. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്താൻ സർക്കാർ തയ്യാറാവട്ടെ. എന്തെല്ലാം കമ്മീഷനുകൾ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ അർഹമായിട്ടുള്ള പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം ഇപ്പോൾ എവിടെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ഒരു കമ്മീഷനെ വെക്കട്ടെ. ചോദ്യങ്ങളോട് യഥാർത്ഥമായ രീതിയിൽ ജനാധിപത്യപരമായി പ്രതികരിക്കാനാണ് തയ്യാറാവേണ്ടത്. അല്ലാതെ വർഗീയമായ രീതിയിൽ അതിനെ ചേരിതിരിച്ച് വിടാൻ ശ്രമിക്കരുത്. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് വളഞ്ഞിട്ടാക്രമിക്കാനുള്ള ഒരു നീക്കവും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ശരിയായ ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവേണ്ടത്. ഈ ജാതി തിരിച്ചുള്ള ഒരു സംവരണം നടത്തിയാൽ മാത്രം, ഒരു സെൻസസ് നടത്തിയാൽ മാത്രമല്ല ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി? അല്ല, ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണ ആനുകൂല്യങ്ങളിൽ എത്ര ശതമാനം അപഹരിക്കപ്പെടുന്നുണ്ട്? പറയട്ടെ, അവർ കണക്കെടുക്കട്ടെ.
അങ്ങനെയല്ല, മതപരമായ സംവരണത്തിനെതിരായി രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ കോൺട്രാക്ടർമാർക്ക് പോലും 4% സംവരണം കോൺഗ്രസ് പാർട്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മതപരമായ സംവരണമില്ല, അത് ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരാണ്. സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സംവരണം പിന്നോക്ക ജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ OBC കമ്മീഷൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ OBCക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. 10% മുന്നോക്ക സംവരണം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിലെ മുന്നോക്ക ജാതിക്കാർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഈഴവർക്ക് അർഹതപ്പെട്ട ഇത് ലഭിക്കുന്നില്ല എന്നും മുസ്ലിങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി മുന്നോക്കാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അത് കണ്ടെത്തുന്നതിനൊരു ജാതി സെൻസസ് അനിവാര്യമല്ലേ? അല്ല, എൻ്റെ ചോദ്യം തിരിച്ചാണ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം കേരളത്തിൽ നടത്തുന്നില്ല? രാജ്യവ്യാപകമായി സെൻസസ് നടത്തുന്ന അവിടെ ഇരിക്കട്ടെ. കേരളത്തിൽ എന്തുകൊണ്ട് പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അത് അപഹരിക്കുന്നു? ഇത് ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തട്ടെ, ഒരു കമ്മീഷനെ വെച്ചിട്ട് പരിശോധിക്കട്ടെ. ഇത് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ പ്രശ്നത്തെ വർഗീയമായിട്ട് കാണുകയല്ല വേണ്ടത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയം, BJP പ്രസിഡന്റ് നില ചർച്ച ചെയ്ത വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. മതപരമായ സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നു. അതാണ് പോയിന്റ്. അതിൻ്റെ മേൽ ഡിസ്കഷൻ നടക്കട്ടെ. അതൊരു ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ മാറട്ടെ.